ഇന്ന് പ്രൊഡക്റ്റീവ് ഡേ ചലഞ്ചിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ തന്നെ പഠിക്കാനല്ല നേരെ പോയിരുന്നത്. കുട്ടികൾക്ക് ഇന്ന് എക്സാം ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പോണതിന് മുമ്പ് കൊണ്ടുവിടണമായിരുന്നു. അപ്പോൾ കൊണ്ടുവിടാൻ പോണതിന് മുമ്പ് പണികളൊക്കെ വേഗം തീർക്കണമെന്നുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നിന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 o'clock ആയി പഠിക്കാനിരുന്നപ്പോൾ. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ കറണ്ട് അഫെയർസാണ് തുടക്കം. കറണ്ട് അഫെയർസ് ആദ്യം കഴിഞ്ഞ ദിവസത്തേക്ക് ഒന്ന് റിവൈസ് ചെയ്തു. എന്നിട്ടൊരു 25 ക്വസ്റ്റ്യൻസ് പുതിയത് PSC ബുള്ളറ്റിൽ നിന്ന്, അത് ഞാൻ PDF എടുക്കുകയാണ് ചെയ്യുന്നത് ടെലഗ്രാമിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ PDF നിന്ന് ഒരു 25 ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. എന്നിട്ട് അത് ഒന്ന് റിപ്പീറ്റ് ചെയ്തു പഠിച്ചു. എഴുതിയെടുക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടാണ് എഴുതിയെടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം പഠിക്കും, കേൾക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ പഠിക്കും, പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് ഞങ്ങളും കഴിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങി. അങ്ങനെ അവർ സ്കൂൾ വിട്ടിട്ട് വന്നപ്പോഴേക്കും എനിക്ക് സോഡിയാക്കിൻ്റെ ബുക്ക് എത്തിയിട്ടോ. പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എത്തും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു. ഞാനത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് പൊളിച്ചത്. നമുക്ക് എന്തായാലും പുതിയ ബുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ അതിൻ്റെ പേജൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ അഡീഷണൽ ഫാക്ട്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല ബുക്കാട്ടോ. അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട്. ഇത് 795 രൂപയാണ് അതിൻ്റെ റേറ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഓഫറുണ്ട്, 700 ഉള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അതിൻ്റെ പേജുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. NCERT ഫാക്ട്സും SCERT ഫാക്ട്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അഡീഷണൽ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതർ സ്റ്റേറ്റ് PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് വളരെ നല്ല ബുക്കായിട്ടാണ് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബുക്ക് ഒരു 1259 പേജ് ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു 1 മന്തിൽ ഇത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് നെക്സ്റ്റ് മന്ത് ഇത് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര പേജ് വെച്ച് നോക്കണം എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. ഒരു 40 പേജ് വെച്ച് പഠിച്ചാലേ എനിക്ക് ഈ ബുക്ക് 1 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് ആ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യും, എന്നാലേ എനിക്കത് നെക്സ്റ്റ് മന്ത് നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 5 മണി വരെ അപ്പം ഞാൻ ഈ PYQ ബുക്ക് പഠിച്ചു. ഫസ്റ്റ് കിട്ടിയതിൻ്റെ ഒരു സ്പിരിറ്റിൽ നല്ല രസമായിരുന്നു പഠിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പിള്ളേരെ പഠിപ്പിക്കലും നടക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഉച്ചയ്ക്ക് ശേഷം ഇല്ലാതിരുന്നുകൊണ്ട് കുറച്ച് സമയം അവരുടെ പഠന കാര്യങ്ങളൊന്നും നോക്കേണ്ട വന്നു. ഇനി കളരിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലേറ്റായിട്ട് എത്തുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് തീർത്ത് വെച്ചാലേ, അല്ലെങ്കിൽ അവർ വേഗം ഉറങ്ങിപ്പോവും. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ പെട്ടെന്ന് ഒന്ന് ഓടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കളരിക്ക് പോയി. കളരി കഴിഞ്ഞ് വന്ന് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 12:30 കിടന്നത്.